എന്നെ ഒന്ന് പരിചയപ്പെടുത്താനുള്ളൊരു ഇൻട്രൊഡക്ഷൻ, ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണിത്. എന്നെ അറിയുന്ന നിരവധി ആളുകളുണ്ടാവും, സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളിൽ, ഫോളോ ചെയ്യുന്ന ആളുകളിൽ, ഒരുപാട് ആളുകൾ എന്നെ അറിയാത്ത ആളുകളുണ്ടാവും. എൻ്റെ നാട് എറണാകുളം ജില്ലയിൽ അയ്യമ്പുഴ എന്ന് പറയുന്നൊരു ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു മലയോര ഗ്രാമപഞ്ചായത്താണ്. അതിനകത്ത് ചുള്ളി എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട്. എൻ്റെ പേരിൻ്റെ അവസാനം കിടക്കുന്ന ചുള്ളി എൻ്റെ നാടിൻ്റെ പേരാണ്. ചുള്ളി എന്നുള്ളൊരു പേര് എൻ്റെ പേരിൻ്റെ കൂടെ ചേർക്കാനൊരു കാരണമുണ്ട്. ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരന്മാർ എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് ചുള്ളിന്നാണ്. നമ്മുടെ നാടിൻ്റെ പേരിലാണ്. ചുള്ളിയിൽ നിന്ന് വള്ളിയിൽ തൂങ്ങി പട്ടണത്തിൽ പഠിക്കാൻ വന്ന ചുള്ളിക്കാരൻ എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മളെ കളിയാക്കുമായിരുന്നു. നമ്മൾ അത്തരത്തിലുള്ള കളിയാക്കലുകൾ വളരെയധികം സന്തോഷത്തോടെയാണ് കേട്ടുകൊണ്ടിരുന്നത്. നമ്മുടെ നാടിൻ്റെ പേര് പറഞ്ഞ് ഒരാൾ നമ്മളെ വിളിക്കുക എന്ന് പറയുന്നത് വലിയ അഭിമാനമുള്ളൊരു കാര്യമാണ്. നാടിൻ്റെ പേരിൽ നമ്മൾ അറിയപ്പെടുക എന്നുള്ളത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അങ്ങനെയാണ് ലതീഷ് ചുള്ളി എന്നുള്ളൊരു പേര് വന്നത്. ചുള്ളി എന്ന് പറയുന്ന നാട്ടിൻപുറത്ത് സാധാരണക്കാരനായിട്ട് ജനിച്ചു വളർന്ന് ജീവിച്ച് ഇപ്പോൾ അബുദാബിയിൽ വന്ന് ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ജീവിതം അബുദാബിയിൽ എത്തിയതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിരവധി കഥകൾ പറയാനുണ്ട്. ആ കഥകളൊക്കെ വഴിയെ നമുക്ക് പറയാം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വന്നത്, ഞാൻ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല. ഞാൻ കഴിഞ്ഞ ഓണം അവധിക്ക് നാട്ടിൽ പോയിട്ട് തിരികെ വരുമ്പോൾ ഫ്ലൈറ്റിൽ വെച്ചെടുത്ത ഒരു വീഡിയോ ഞാനിവിടെ വന്നതിന് ശേഷം, അബുദാബിയിൽ വന്നതിന് ശേഷം ഒരു റീലായിട്ട് അപ്ഡേറ്റ് ചെയ്തായിരുന്നു. ആ വീഡിയോ വളരെ പോപ്പുലറായി. അത് കണ്ട നിരവധി ആളുകൾ എന്നെ പേഴ്സണലായിട്ട് വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഞാൻ ആരെക്കുറിച്ചാണോ വീഡിയോ ചെയ്തത് ആ ഒരു ഫാമിലി, ആ ഒരു കുടുംബം എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. ഞങ്ങൾ പരസ്പരം അബുദാബിയിൽ മീറ്റ് ചെയ്തിരുന്നു. അങ്ങനെ സന്തോഷം ഉണ്ടാകുന്ന നിരവധി കാര്യങ്ങൾ ആ ഒരു വീഡിയോയിൽ കൂടെ ഉണ്ടായി. അതിനുശേഷം ഒന്ന് രണ്ട് വീഡിയോസ് അതിൻ്റെ പുറകെ ചെയ്തതൊക്കെ ഈ ലോട്ടറി അടിച്ച പോലെ വളരെ പോപ്പുലറായി നിരവധി ആളിലേക്ക് എത്തിയിരുന്നു. കുറേ ആളുകൾ എന്നെ പേഴ്സണലായിട്ട് ഒരു പരിചയമില്ല, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊക്കെ ഒരുപാട് ആളുകൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന വീഡിയോ കൊള്ളാം, നിങ്ങളുടെ അവതരണം കൊള്ളാം, നിങ്ങളുടെ ശബ്ദം കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കാണുന്ന സമയത്ത്, കേൾക്കുന്ന സമയത്ത് നമ്മൾക്കുണ്ടാകുന്ന ഒരു സന്തോഷമാണ് തുടർന്നും വീഡിയോകൾ ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ നിരവധി വീഡിയോകൾ ഈ കഴിഞ്ഞ ഒരു 5-8 മാസക്കാലം നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ പുതിയതായിട്ട് ഒരു യൂട്യൂബ് ചാനൽ കൂടി ആരംഭിക്കാൻ പോവാണ് എന്നുള്ളൊരു കാര്യം എന്നെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്യുന്നത്. ജൂൺ മാസം 1-ാം തീയതി മുതൽ നമ്മളുടെ പുതിയ യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയാണ്. വിവിധ തരത്തിലുള്ള യൂട്യൂബ് ചാനലുകളൊക്കെ നമ്മുടെ ചുറ്റുപാടുമുണ്ട്, നമ്മൾ നിരവധി കാണാറുണ്ട്. എന്നെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിൻ്റെ കോപ്പി ചെയ്യുക എന്നുള്ളതല്ല എൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, കുറേ കഥകളുണ്ട്, അനുഭവങ്ങളുണ്ട്. അതൊക്കെ ഷെയർ ചെയ്യുക. എനിക്ക് ആളുകളോട് സംസാരിക്കാൻ ഇഷ്ടമാണ്. എൻ്റെ കഥകൾ എനിക്ക് ആളോട് പറയാൻ ഇഷ്ടമാണ്. കഥകൾ കേൾക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഇങ്ങനെയും കഥകളുണ്ടോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. അത്തരത്തിലുള്ള നിരവധി രസകരമായിട്ടുള്ള, അതല്ലെങ്കിൽ തീക്ഷ്ണമായിട്ടുള്ള ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള കുറേ ജീവിതാനുഭവങ്ങൾ മറ്റുള്ള ആളുകളായിട്ട് ഷെയർ ചെയ്യുക. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു നന്മയുടെ ഒരു പോയിന്റെങ്കിലും ഒരാൾക്ക് പകർന്നു നൽകാൻ സാധിച്ചാൽ അത്രയുമായി. അതുമാത്രമാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഫേസ്ബുക്കിലുള്ള നമ്മളുടെ വീഡിയോസൊക്കെ ഇതേപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ യൂട്യൂബിലും കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. ഫേസ്ബുക്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരും സുഹൃത്തുക്കളും യൂട്യൂബിലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരും പറയുന്ന പോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഇതൊക്കെ ഉണ്ടാവണം. ഫേസ്ബുക്കിൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ യൂട്യൂബിലും നമ്മളെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഇടയ്ക്കൊക്കെ ഒരു ചെറിയ സമ്മാനങ്ങൾ, നമ്മൾ നാട്ടിൻപുറത്ത് പറയാറുണ്ടല്ലോ, ഒരു പാലിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന്. നമ്മളുടെ ഒരു പോളിസി അതാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് തിരിച്ച് നമ്മളെ കൊണ്ട് പറ്റാവുന്ന സപ്പോർട്ട് അങ്ങോട്ട് കൊടുക്കുക. ഫേസ്ബുക്കോ യൂട്യൂബോ എന്നുള്ളത് ഒരു വരുമാനത്തിന് വേണ്ടി ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളല്ല. എനിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് വളരെ ഇഷ്ടമാണ്. എൻ്റെ ഒരു പാഷനാണ്. ഞാൻ അത് വച്ചിട്ട് എനിക്കിഷ്ടമുള്ള ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നു, വീഡിയോസ് എടുക്കുന്നു, പോസ്റ്റ് ചെയ്യുന്നു. അത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ റവന്യൂ അതല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വരുമാനത്തെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ എൻ്റെ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ആണ് മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ അതല്ലെങ്കിൽ സമ്മാനങ്ങളൊക്കെ നൽകുന്നത്. എനിക്ക് ആകെയുള്ള ഒരു വരുമാന മാർഗം എൻ്റെ ജോലിയാണ്. ജോലിയിൽ നിന്നുള്ള സാലറി മാത്രമാണ് എൻ്റെ ഏക വരുമാന മാർഗം. അതല്ലാതെ വേറെ യാതൊരു തരത്തിലുള്ള മറ്റ് ബിസിനസ്സുകളൊന്നുമില്ല. പല ആളുകളും തെറ്റിദ്ധരിക്കുന്നുണ്ട് നമ്മൾ വലിയ ബിസിനസ്സുകാരനാണ്, നമ്മളെന്തോ വലിയ പ്രവാസി ചാരിറ്റി സംഘടന ആളുകളാണെന്നുള്ള രീതിയിലൊക്കെ പലപ്പോഴും പേഴ്സണലായിട്ട് വലിയ വലിയ മെസ്സേജുകൾ, ജോലി വാങ്ങിത്തരാമോ, വീട് വെച്ച് നൽകാമോ എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ മെസ്സേജുകൾ വരാറുണ്ട്. അത്തരത്തിൽ വലിയ സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്ന
അത്ര വലിയ സെറ്റപ്പുള്ള ഒരാളല്ല ഞാൻ സാധാരണക്കാരനായിട്ടുള്ള ഒരു ജോലിക്കാരനാണ് മാത്രമാണ് അബുദാബിയിൽ. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം കുറച്ച് നല്ലതായതുകൊണ്ടും ഞാൻ പഠിച്ച മേഖലയിൽ എനിക്ക് മെച്ചപ്പെട്ടൊരു ജോലി കിട്ടിയതുകൊണ്ടും ഇവിടുന്ന് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന ഫെസിലിറ്റീസ് ഒക്കെ നല്ലതായതുകൊണ്ടും വലിയ ബുദ്ധിമുട്ടില്ലാതെ കുടുംബസമേതം സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നു. എൻ്റെ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് നമ്മളുടെ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള, നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന നമ്മുടെ കൂട്ടുകാർ, നമ്മളുടെ കുടുംബത്തിലെ മറ്റംഗങ്ങൾ, അവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള തുക കഴിഞ്ഞ് മിച്ചമുള്ള തുകയിൽ നിന്ന് ചെറിയ ചെറിയ സഹായങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് നൽകുന്നു. അത് മാത്രമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം എൻ്റെ ഏക വരുമാന സ്രോതസ്സായ എൻ്റെ ശമ്പളത്തിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയും എത്ര നാൾ നമ്മൾ ഈ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ ഈ ഒരു വരുമാനത്തിൽ തുടരുന്നുണ്ടോ അത്രയും നാളത് തുടരുകയും ചെയ്യും. അതിനകത്തൊരു തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം നമ്മളെപ്പോലെ ഏറ്റവും താഴെ തട്ടിൽ ജനിച്ചു വളർന്ന് എല്ലാ തരത്തിലുള്ള പഠനകാലം മുതൽ എല്ലാ മേഖലകളിലും ഉള്ള ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ മനസ്സിലാക്കി കഷ്ടപ്പെട്ട് അനുഭവങ്ങൾ കൊണ്ട് വളർന്നുന്ന ഒരാൾ നമ്മൾക്ക് ചുറ്റുപാടുമുള്ള ഇത്തരത്തിലുള്ള ആളുകളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ആര് മനസ്സിലാക്കാനാണ്? അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ആളുകൾക്ക് ചെയ്യുന്നത്, ചെറിയ ചെറിയ സമ്മാനങ്ങൾ കൊടുക്കുന്നത്. അതല്ലാതെ ഞാൻ വലിയ കാശുള്ള ആളായിട്ടോ വലിയ സെറ്റപ്പുള്ള ആളായിട്ടോ ഒന്നുമല്ല എന്നുള്ളത് ഫോളോ ചെയ്യുന്ന ആളുകളൊന്നും മനസ്സിലാക്കണം. നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലിന് എല്ലാവിധ സഹകരണവും ഫേസ്ബുക്കിലെ നമ്മൾ ഫോളോ ചെയ്യുന്ന സുഹൃത്തുക്കളിൽ നിന്ന് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആളുടെ ആദ്യത്തെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബർ ആവുക എന്നുള്ളതാണ്. 1000 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ആയി കഴിയുമ്പോൾ ആ 1000 പേരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 10 ആളുകൾക്ക് നമ്മൾ ഒരു സമ്മാനം നൽകുന്നതായിരിക്കും. 1000-ൽ നിന്ന് 10 ആളുകൾക്ക് ഒരു സമ്മാനം നമ്മൾ നൽകുന്നതായിരിക്കും. നമ്മളെ സഹായിക്കുന്ന ആളുകൾക്ക് നമ്മൾ തിരിച്ച് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യുക. ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും, ഫേസ്ബുക്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടി ഫോളോ ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. താങ്ക് യു.